8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ ട്രിപ്പ് പോവാന്ന്. അങ്ങനെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ആതിരപ്പള്ളിയിലോട്ടാണ് കേട്ടോ. ഈ മഴയത്ത് ഭയങ്കര വൈബായിരിക്കും, ഭയങ്കര മഴയാണത്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് അടിച്ച് പൊളിച്ച് പോയിട്ട് വരാം. പക്ഷെ അവിടെ കയറ്റി വിടുമോ എന്നുള്ളൊരു കാര്യം ഇനി അവിടെ ചെന്നിട്ട് വേണം അറിയാം. ദേ നോക്കിയ മഴ ഉണ്ടോ? നല്ല മഴയായിരുന്നെങ്കിലും ഒരുപാട് ബ്ലോക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെക്ക് പോസ്റ്റ് റീച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൽ ആതിരപ്പള്ളിയിലേക്ക് വരുന്നവർ ഇവിടെ ചെക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഏതാണ്, വണ്ടിയുടെ നമ്പർ കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ തന്നെ. ഇവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. മഴ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനോ ഒരുപാട് ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ആയിട്ടൊന്നും സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നതിനിടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങാനും ഒരുപാട് വ്യൂസ് കാണാനൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരുപാട് നേരം നിൽക്കുന്നത് അത്ര പന്തിയുള്ളൊരു കാര്യമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആന ഇറങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പോകുന്ന വഴിക്ക് ഞാനും ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ വാട്ടർഫോളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന റോബോട്ട് പോലെ പോകുന്നത് കണ്ടിട്ട് നിങ്ങളാരും പേടിക്കേണ്ട. കാരണം ഈ ഒരു കോട്ട് മഴയായതുകൊണ്ട് നമുക്ക് പുറത്ത് മേടിക്കാൻ കിട്ടും കേട്ടോ, റെയിൻ കോട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് മേടിച്ചപ്പോൾ ഏകദേശം 100 രൂപയായിരുന്നു. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇരിക്കാനായിട്ടുള്ള കുറച്ച് സ്പോട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അവിടെയായിട്ട് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടുത്തെ ഫോറസ്റ്റുകാർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി നമുക്ക് നേരെ ചെന്ന് കഴിഞ്ഞാൽ നേരെ എത്തുന്നത് വാട്ടർഫോളിലേക്ക്. നമ്മൾ നേരെ വന്ന് ഇറങ്ങുന്നത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ വാട്ടർഫോളിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ് കേട്ടോ ഈ ആതിരപ്പള്ളി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ വെള്ളമുണ്ട്. കമ്പാരിറ്റീവ്ലി ഇന്ന് അത്യാവശ്യം തിരക്ക് കുറവാണെന്ന് വേണം പറയാനായിട്ട്, ആൾക്കാർ കുറവാണെന്ന് വേണം പറയാൻ. സാധാരണ വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല റഷായിരിക്കും. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾ കാണാനായിട്ട് സാധിക്കും. ഇത് ആക്ച്വലി ഇത് ടോപ്പ് വ്യൂ ആണ്. നമുക്ക് അതുപോലെ തന്നെ ഇനി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വാട്ടർഫോൾ കാണാനായിട്ട് വേറൊരു വഴിയുണ്ട്. അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫോൾ കാണാനായിട്ട് പറ്റും ഫ്രണ്ടിൽ നിന്നായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ താഴെ വന്നു കഴിയുമ്പോൾ ഉള്ള ഈ ടോപ്പ് വ്യൂവിൻ്റെ കംപ്ലീറ്റ് ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വെള്ളം വരുന്നത്. ഇവിടെ ആയിട്ടൊരു ഹട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് വാട്ടർഫോൾ താഴേക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറകിൽ കൂടെ അവിടെ നിന്നൊരു വഴിയുണ്ട്. ആ വഴി താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാനായിട്ട് പറ്റും. നമ്മൾ ഇനി നേരെ പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് ഇവിടെ കുറച്ച് കയറിയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. അവിടെയും കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടന്നു ഇവിടെ നേരെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിലായിരിക്കും. ഈ വഴി ആക്ച്വലി ഒത്തിരി പോകാനുണ്ട് നമുക്ക് താഴോട്ട്. കുറച്ച് വയസ്സായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു താഴേക്കുള്ളൊരു നടക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആക്ച്വലി നമ്മൾ വരുന്ന വഴി ഇതാണ് കേട്ടോ. ഈ വഴി ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുത്തെ ഈ സ്റ്റെപ്പൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇറങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വയസ്സായിട്ടുള്ളവരൊക്കെ ഈ ഒരു യാത്ര ഒഴിവാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഇവിടുന്ന് താഴോട്ടുള്ളത്. ഇങ്ങനൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപയാണ് കേട്ടോ ഫൈൻ.
കൂടാതെ ഇവിടെ യാത്ര ഇപ്പം നടക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഇരിക്കാനായിട്ടുള്ള ചെയർ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. വേണ്ട, ഇതാണ് വഴി. ഇങ്ങനെ മേളിലേക്കാണ്. മേളിൽ നിന്നാണ് നമ്മളിപ്പോൾ താഴോട്ട് വന്നത്. കണ്ടോ, ആതിരപ്പള്ളി നമ്മൾ വാട്ടർഫോൾ കാണാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ട്രക്കിംഗ് കൂടെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ടിക്കറ്റ് എടുക്കുന്ന അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ നമ്മൾ നേരത്തെ കണ്ട ആ ഫ്രണ്ട് വ്യൂവിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു 1/2 കിലോമീറ്ററോളം, 1/2 കിലോമീറ്റർ എന്ന് പറയാൻ പറ്റില്ല, 1 കിലോമീറ്ററോളം അടുപ്പിച്ച് ഈ ഒരു ഇറക്കവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാടിനകത്തൂടെ നടന്നാൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് വ്യൂവിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഇറങ്ങുന്ന വഴി കുറച്ച് ടഫാണ് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓടിച്ചാടി ഇറങ്ങി വരാൻ പറ്റുന്നൊരു വഴിയല്ല. അപ്പോൾ ചെറിയൊരു ട്രക്കിംഗ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. ഇവിടെയൊക്കെ സാധാരണ രാവിലെ വരുന്ന സമയത്ത് കുരങ്ങന്മാർ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഫുഡ് ഐറ്റംസ്, വെള്ളം അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതവർ പിടിച്ചു മേടിക്കും. അതുപോലെ കുരങ്ങനൊക്കെ ഫുഡ് കൊടുക്കുന്നത് ആക്ച്വലി ഇവിടെ പനിഷബിൾ ഒഫൻസ് ആണ്. അവർ ഫൈൻ അടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ എന്തായാലും ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും കൊണ്ടുവരാണ്ടിരിക്കുക. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ആതിരപ്പള്ളി വാട്ടർഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ വരുന്നവർ കഴിവതും ഗ്യാങ്ങായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എൻജോയബിളായിട്ട് നമുക്ക് ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇതേ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്തിക്കഴിഞ്ഞു, ഫ്രണ്ട് വ്യൂവിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഫൈനലി നമ്മൾ വാട്ടർഫോളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ആക്ച്വലി മഴ പെയ്യുന്നത് പോലെ ഉണ്ട് കേട്ടോ. കാരണം നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ കാറ്റടിച്ചിട്ട് നല്ല രീതിയിലുള്ള വെള്ളം നമ്മുടെ ദേഹത്തേക്ക് വരുന്നുണ്ട്. മഴയത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ആക്ച്വലി ഇവിടെ. മഴ സീസണിൽ ആതിരപ്പള്ളിയിൽ വരിക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വേറൊരു ലെവൽ ഫീലാണ് കേട്ടോ. എനിക്ക് ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ സാധാരണ വരുന്നത് വേനൽക്കാലത്തൊക്കെയാണ് വന്നിട്ടുള്ളത്. മഴ സമയത്ത് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതാണ് ആതിരപ്പള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ഈ സമയത്ത് ആക്ച്വലി എല്ലാവരും വന്ന് കാണണമെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു ടൈമിൽ കിട്ടുള്ളൂ, ഈ ഒരു മഴക്കാലത്തേ കിട്ടുള്ളൂ. ഈ വേനൽക്കാലത്തൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് കുറെ കൂടെ മുന്നിലേക്ക് പോയി നിൽക്കാം. അതേ ആ ഒരു ചെടി കാണുന്നുണ്ടല്ലേ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വരെ, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു പാറപ്പുറത്തൊക്കെ നിൽക്കാനായിട്ടും നമുക്ക് ഈ വാട്ടർഫോൾ വളരെ അടുത്തായിട്ട് നിന്ന് കാണാനൊക്കെ സാധിക്കുമായിരുന്നു. എനിക്കിപ്പോൾ മഴ സീസൺ ആയതുകൊണ്ടും ഒരുപാട് വെള്ളം ഈ വാട്ടർഫോളിൽ വരുന്നത് കൊണ്ടും ആൾക്കാരെ ഒന്നും അങ്ങോട്ട് അലൗട്ട് ചെയ്തിട്ടില്ല. കാരണം അവരവിടെ ഒരു കയർ വലിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു പോർഷൻ കണ്ടായിരുന്നു. എനിക്ക് ഈ പോർഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വളരെ നല്ലൊരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര പച്ചപ്പായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞ് 1-2 അരുവികളും കാര്യങ്ങളും ഒക്കെ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ അകത്തോട്ട് ആരെയും അലൗട്ട് ചെയ്തിട്ടില്ല. അവരത് വേനൽക്കാലത്ത് വന്നപ്പോഴും അവരവിടെ ക്രോസ് ചെയ്ത് കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു, നോ എൻട്രിയുടെ ബോർഡൊക്കെ വെച്ചിട്ട്. ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെയാണ് ബാഹുബലി ഷൂട്ട് ചെയ്തതിൽ അവസാനം ആ റോപ്പ് ഇട്ടിട്ട് കയറുന്ന ഒരു സീൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് മനസ്സോടെയാണ് ഇവിടെ നിന്നും തിരിച്ചു മടങ്ങിയത് കേട്ടോ. മടങ്ങുന്ന വഴിക്ക് ഒത്തിരി അതിഥികളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേ ഇവന് ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഒരു പകുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വരുന്ന വഴിക്ക് ഒത്തിരി കുരങ്ങന്മാരെ തിരിച്ചു വരുന്ന വഴി കാണാൻ പറ്റി. അങ്ങോട്ട് പോകുന്ന സമയത്ത് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് മലയണ്ണാനും കുരങ്ങനും ഒക്കെ ആയിട്ട് ഒത്തിരി പേരെ കാണാൻ പറ്റി. വരുന്ന വഴിക്ക് വലിയൊരു ആൾക്കൂട്ടം കണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയപ്പോൾ കണ്ടതോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ. ഇവനെയാണ് കേട്ടോ അവിടെ കണ്ടത്. അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഏകദേശം വണ്ടികളുടെ അടുത്ത് നിന്ന് റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ അപ്പുറത്തായിട്ട് ആശാൻ നിപ്പുണ്ട്. എല്ലാവരും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നിന്നത്. കാരണം ആശാൻ ഓടി വരുവാണെങ്കിൽ ഓടി രക്ഷപ്പെടണമല്ലോ. അപ്പോൾ യാത്രകളും കാര്യങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ചാനൽ കാണുന്നവർ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ.